ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുലാലംപൂരിലെ തന്നെ മറ്റൊരു അതിശയത്തിൻ്റെ മുമ്പിലാണ്. ഇതാണ് പെട്രോണാസ് ട്വിൻ ടവർ എന്ന് പറയുന്ന അത്ഭുതം. ഇത് 451.9 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. 2004 വരെ ട്വിൻ ടവറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ട്വിൻ ടവറായിരുന്നു ഈ പെട്രോണാസ് ട്വിൻ ടവർ. എന്നാൽ 2004 ചൈനീസ് തായ്പേ 101 എന്ന ഒരു ടവർ ഇതിനെ മറികടന്നു. എന്നാലും വേൾഡ് ട്രേഡ് സെൻറ്ററിനേക്കാളും ഉയരത്തിലാണ് ഇപ്പോഴും ഇതിൻ്റെ സ്ഥാനം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫോട്ടോ സ്റ്റോപ്പുണ്ട്. ഇതിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല, ഫോട്ടോ സ്റ്റോപ്പ് മാത്രമേ നമുക്കുള്ളൂ. ഇതാണ് പെട്രോണാസ് ട്വിൻ ടവർ. ഇപ്പം മലേഷ്യയിൽ വരുന്ന എല്ലാവരും ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കാറുണ്ട്, ഒരു ചടങ്ങ് പോലെ. അപ്പോൾ ഞങ്ങൾ ആ ചടങ്ങ് തെറ്റിക്കുന്നില്ല. ഇവിടെ കാലി ചുറ്റിനും അമ്പരചുംബികളായ കെട്ടിടങ്ങളാണുള്ളത്. വമ്പൻ കെട്ടിടങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ 4 ചുറ്റുമായിട്ട്. വൈഡ് അത്രയൊന്നും വരത്തില്ലെങ്കിലും ഏകദേശം കുറച്ചൊക്കെ അതിനോട് ഈക്വലായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ അകത്തോട്ട് ഒന്ന് പോയി നോക്കാം നമുക്ക്. ട്വിൻ ടവറിൻ്റെ മറ്റൊരു വ്യൂ എടുക്കുകയാണ് ഞാൻ. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്, നേരത്തെ നിന്ന സ്ഥലത്തു നിന്നല്ല. അപ്പോൾ ഐഡൻറ്റിക്കലായിട്ടുള്ള 2 കെട്ടിടങ്ങൾ നടുക്ക ഒരു പാലം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 2 ഗോപുരങ്ങൾ മാത്രമാണെങ്കിൽ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ പോയേനെ. പക്ഷേ അതിനെ കണക്ട് ചെയ്യുന്ന ആ പാലം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ശ്രദ്ധിക്കുന്നത്. ഇതാണ് പെട്രോണാസ് ട്വിൻ ടവർ. പെട്രോണാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെട്രോൾ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെയൊക്കെ പേര് പെട്രോണാസ് എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പെട്രോണാസ് ട്വിൻ ടവറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് കയറാനായിട്ട് അനുവാദം ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മളെ പാക്കേജിൽ അതില്ല. ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്, മലേഷ്യ സിറ്റി ടൂറിൻ്റെ. ഇത് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരമാണ്, കിങ്സ് പാലസ്. കിങ്സ് പാലസ് എന്നല്ല എഴുതിയിരിക്കുന്നത്, ഇസ്താന നെഗാര എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കിങ്സ് പാലസ് എന്നാണ് പറയുന്നത്, ഇസ്താന നെഗാര. ഇത് മൊത്തത്തിൽ ഈ കെട്ടിടത്തിന് 22 താഴികക്കുടങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പൊക്കത്തിലുള്ള താഴികക്കുടമാണ് നിൽക്കുന്നത്. 60 മീറ്റർ പൊക്കത്തിലാണുള്ളത്. ഇവിടുത്തെ 3 വിഭാഗങ്ങളായിട്ടാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് രാജാവിൻ്റെ കൊട്ടാരം തന്നെയാണ്. രാജാവും കുടുംബാംഗങ്ങളും താമസിക്കുന്ന ഇവിടെ തന്നെയാണ്. ഇതിലെ പ്രധാന കെട്ടിടം മെക്കയെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലൊന്നും കയറാനായിട്ടുള്ള അനുവാദമൊന്നുമില്ല. നമുക്ക് ആ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇത് നമ്മൾ ദുബായ് സുൽത്താൻ്റെ പാലസിൽ പോയ കണക്കൊക്കെ ഉണ്ട്. അത്രയും ഇല്ല, അത്ര എടുപ്പൊന്നും ഇവിടെ ഇല്ല. അവിടെ കുതിരയൊക്കെ ഉണ്ട്, അവിടെ 2 പട്ടാളക്കാരൊക്കെ ഉണ്ട്. പട്ടാളക്കാരുടെ മുമ്പിൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, അവരോട് സെൽഫിയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് കഴിയും. ഇതിൻ്റെ ഏറ്റവും ഉപയോഗിക്കുകയാണ് ആ താഴികക്കുടത്തിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞത് 60 മീറ്റർ പൊക്കമുണ്ടെന്ന്. ഇനി ആ പട്ടാളക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം. കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളുണ്ട്, താഴെ നിൽക്കുന്ന ഒരാളുണ്ട്. ഇതിൽ കുതിരപ്പുറത്തിരിക്കുന്ന പട്ടാളക്കാരനാണ്. കുതിര കടന്ന് അനങ്ങുന്നു, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് നിൽക്കുന്ന ഒരാളാണ് പട്ടാളക്കാരൻ. ഇത് മലേഷ്യൻ പട്ടാളക്കാരനാണ്. ഇവിടെ 2 പട്ടാളക്കാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ വീഡിയോ എടുത്തേക്കാം. അതായത് തറയിൽ നിൽക്കുന്ന ആളാണ്, കാലാൾപ്പടയാണ്. ഇത് കുതിരപ്പട, നല്ല കറുത്ത കുതിരയാണ്, ബ്ലാക്ക് സ്റ്റാലിൻ, അടിപൊളി കുതിര. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കിങ്സ് പാലസ്, നമ്മൾ ദുബായ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഇതിനൊക്കെ പോയി വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതിനേക്കാളും സെറ്റപ്പാണത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ 2ാമത്തെ സ്ഥലത്തെ സന്ദർശനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത 3ാമത്തെ സ്ഥലം ഫ്രീഡം സ്ക്വയർ. ാണ് ഇവിടുത്തെ നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയം. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ കെട്ടിടമാണ് നാഷണൽ ടെക്സ്റ്റൈൽസ് മ്യൂസിയം. പഴയ ബിൽഡിംഗാണ് കാണുന്നത്.
ക്ലോക്ക് ടവറൊക്കെ ഇപ്പോഴും കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഫ്ലാഗാണ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. 100 മീറ്റർ പൊക്കത്തിലാണിത്. ഏറ്റവും ഉയരം കൂടിയ നാഷണൽ ഫ്ലാഗാണിത്. ഇത് മർദേക്ക സ്ക്വയർ, ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടാണ് ആദ്യമായിട്ട് മലേഷ്യൻ പതാക 1957 ഓഗസ്റ്റ് 31 ഉയർത്തിയത്. അതിൻ്റെ സ്മാരകമായിട്ടാണ്. 1996 വരെ ഇവിടെ സ്വാതന്ത്ര്യദിന സമയത്ത് പരേഡൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് ഈ മർദേക്ക സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി കുലാലംപൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുലാലംപൂർ 0 കിലോമീറ്റർ എന്ന്. ഇവിടെ നിന്നാണ് ബാക്കിയുള്ള ഡിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുലാലംപൂർ സ്ക്വയർ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. നല്ല പുൽത്തടിയൊക്കെ ഉണ്ട് ഇവിടെ. രണ്ടായിട്ട് തിരിച്ചിട്ടേക്കുക. ഇപ്പം മലേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് മർദേക്ക, സ്വാതന്ത്ര്യമാണ് മർദേക്ക, ഞാൻ സ്വാതന്ത്ര്യം എന്നാണ്. മർദേക്ക സ്ക്വയർ എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. യൂണിയൻ ജാക്ക് താഴ്ത്തുകയും മലേഷ്യൻ്റെ കൊടി ഉയർത്തുകയും ചെയ്ത സ്ഥലമാണിത്. ആ കൊടിയാണ് ഈ കാണുന്നത്, ഉയർന്ന് കാണുന്നത്. ഇതിപ്പോൾ അന്ന് ഉയർത്തിയ കൊടിയൊന്നും അല്ലത്. ഇതിനുശേഷം ഇത്രയും വലിയൊരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. 100 മീറ്റർ പൊക്കത്തിലുള്ള കാണുന്നത് ഇവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പടമാണ്. അദ്ദേഹം കൈയുയർത്തിയിരിക്കുന്നത് കണ്ടില്ലേ, സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണത്. ഫ്ലാഗുകൾ ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടുത്തെ സ്റ്റേറ്റുകളുടെ ഫ്ലാഗുകളാണ്. 13 സ്റ്റേറ്റുകൾ ചേരുന്നതാണ് മലേഷ്യ എന്ന് പറയുന്നത്. അവരുടെ ഫ്ലാഗുകളൊക്കെ ഇവിടെ ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് നാഷണൽ ഫ്ലാഗ്.